വെൽക്കം ബാക്ക്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 18. 3D എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 1 to a ഫ്രം ദ ലൈൻ x minus 1 by 1 y by 2 equal to z minus 1 by 1 along the lines L1 x minus 1 by 3 y minus 2 by 4 z minus a by b and L2 x minus 1 by 1 y minus 2 by 4 z minus a by c are equal, then a plus b plus c. നമുക്കറിയാം, ഒരു ലൈനിൽ നിന്നൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നോക്കുക. ഇവിടെ അങ്ങനെ 1 to a ഒരു പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ളത്. ഇവിടെ 1 to a എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വേറെ ഒരു ലൈൻ, ഈ ലൈൻ എല്ലാം എടുത്തു. ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല, വേറെ രണ്ട് ലൈനിന് അലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ആ രണ്ട് ലൈൻസ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ രണ്ട് ലൈൻസും വേറെ രണ്ട് ലൈനിന് എലോങ് ആയിട്ട് എന്ന് പറയുമ്പോൾ ആ ലൈനിന് പാരലൽ ആയിട്ട് ആണ് മെഷർ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ആ രണ്ട് ലൈനും ഏതിലൂടെ തന്നെ പാസ് ചെയ്യുന്നു? ഈ ഡിസ്റ്റൻസ് നോക്കാൻ പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻസ് തന്നെയാണ്. അപ്പോ ഇവിടെ എ ഉണ്ട്, ഇതാണ് നമ്മളോട് പറഞ്ഞ ലൈൻ L, വിച്ച് ഇസ് x മൈനസ് y by 1 z മൈനസ് 1 അല്ല y by 2. അതാണ്. ഇനി L1, എയിൽ നിന്ന് ഈ എല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് എലോങ് L1, ഇതാണ് L1. എലോങ് L2, ഇതാണ് L2. ഇത് ബിയും സി എന്ന് എടുത്തു. അപ്പൊ എ ബി ഈക്വൽ ടു ബി സി ആണ്. ഈ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. എ ബി ഈക്വൽ ടു എ സി ആണ്. അങ്ങനെയാണെങ്കിൽ കാണേണ്ടത് ഇതാണ്. ഇത് 1 to a. കാണേണ്ടത് ഇതാണ്. ഈ L1ൽ ഒരു ബി ഉണ്ട്, L2ൽ ഒരു സി ഉണ്ട്. എ പ്ലസ് ബി പ്ലസ് സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. L1ലെ ഒരു പോയിന്റ് ആണ് ഇത്. ബി L1ൽ ഒരു പോയിന്റ് ആണല്ലോ. L1ൽ ഒരു ജനറൽ പോയിന്റിന് എങ്ങനെ എഴുതാം? L1ൽ ഒരു ജനറൽ പോയിന്റിന് ഇങ്ങനെ എഴുതാം. ഇത് ഈക്വൽ ടു ലാംഡ എന്ന് കൊടുത്താൽ L1ൽ ഒരു ജനറൽ പോയിന്റിന് 3 ലാംഡ പ്ലസ് 1 4 ലാംഡ പ്ലസ് 2 ബി ലാംഡ പ്ലസ് എ എന്ന് എഴുതാം. ബി ലാംഡ പ്ലസ് എ എന്ന് എഴുതാം L1ലെ ഒരു ജനറൽ പോയിന്റിന്. അതേപോലെ L2ലെ ഒരു ജനറൽ പോയിന്റിന് ഇത് ഈക്വൽ ടു മ്യൂ എന്ന് കൊടുത്താൽ മ്യൂ പ്ലസ് 1 4 മ്യൂ പ്ലസ് 2 സി മ്യൂ പ്ലസ് എ എന്ന് എഴുതാം. ജനറൽ പോയിന്റ്സിന് അങ്ങനെ എഴുതാം. അപ്പൊ ഞാൻ ഈ ബി, അപ്പൊ ബി ഇതാണ്. ഇതാണ് ബി. ഇതാണ് ബി. അതേപോലെ ഇതാണ് സി. ഇനി ഈ ബിയും സിയും അതിലെ രണ്ട് പോയിന്റ്സ് ആണ്. ആ രണ്ട് പോയിന്റ്സിലൂടെയാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ആ ഡിസ്റ്റൻസുകളാണ് ഈക്വൽ. ആ രണ്ട് പോയിന്റ്സ് ആണ് ബിയും സിയും. ഈ ബിയും സിയും ആക്ച്വലി എല്ലിലുള്ള പോയിന്റ്സ് ആണ്. ബിയും സിയും എല്ലിലുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ ബിയും സിയും നമുക്ക് എല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ഓൺ എൽ, ബിനെ എല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് മൈനസ് 1 by 1 അതിന്റെ എക്സ് കോർഡിനേറ്റ് വിച്ച് ഇസ് 3 ലാംഡ പ്ലസ് 1 മൈനസ് 1 by 1 is equal to y coordinate by 2 4 lambda plus 2 by 2 z minus 1 b lambda plus a minus 1 by z-ന് താഴെയുള്ളത് 1 ആണ്. ഇത് രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്യുമ്പോൾ 3 ലാംഡ ഈക്വൽ ടു 4 ലാംഡ പ്ലസ് 2 by 2, 3 ലാംഡ ഈക്വൽ ടു 2 ലാംഡ പ്ലസ് 1, ലാംഡന്റെ വാല്യൂ 1 ആണെന്ന് കിട്ടും. ആ ലാംഡന്റെ വാല്യൂ 1 ഇവിടെ കൊടുത്തിട്ട് അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3 ഈക്വൽ ടു ബി പ്ലസ് എ മൈനസ് 1 എന്ന് കിട്ടും. വിച്ച് മീൻസ് എ പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് കിട്ടും. ബി ഓൺ എൽ കൊടുക്കുമ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 4 കിട്ടും. ഇനി അടുത്തത് സി ഓൺ എൽ. സിനെ എല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സി മ്യൂ പ്ലസ് 1 ആണ്. അപ്പൊ എക്സ് മൈനസ് 1 by 1 മ്യൂ പ്ലസ് 1 മൈനസ് 1 by 1. അടുത്തതോ y by 2 y 4 മ്യൂ പ്ലസ് 2 4 മ്യൂ പ്ലസ് 2 by 2. z-ന് താഴെ 1 ആണ്.
സെഡിന്റെ മേലെ സെഡ് മൈനസ് വൺ വിച്ച് സി മ്യൂ പ്ലസ് എ, സി മ്യൂ പ്ലസ് എ മൈനസ് വൺ, സി മ്യൂ പ്ലസ് എ മൈനസ് വൺ. ഇവിടെ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ മ്യൂ ഈക്വൽ ടു എന്ത് കിട്ടും? 2 മ്യൂ പ്ലസ് വൺ. അപ്പൊ മ്യൂ ഈക്വൽ ടു -1 കിട്ടും. അത് ഇവിടെ കൊടുക്കുമ്പോൾ -1 ഇസ് ഈക്വൽ ടു -c പ്ലസ് എ -1 കിട്ടും. എ ഈക്വൽ ടു സി. എന്റെ വാല്യൂ സി തന്നെയാണ്. എന്റെ വാല്യൂ സി തന്നെയാണ്. ഓക്കെ, എ ഈക്വൽ ടു സി ആണെന്ന് കിട്ടും. എന്റെ വാല്യൂ സി ആണ്. ഇനി നമുക്ക് എന്റെ വാല്യൂ സി ആണ്. ഇപ്പൊ ഈ ബി നമുക്ക് ഇവിടെ നിന്ന് ബി എന്താന്ന് എഴുതാലോ. ബി എന്താണെന്ന് എഴുതാലോ. ബി എന്താ? ബിയിലെ പോയിന്റ്സ് ഏതൊക്കെ? 3 ലാംഡ പ്ലസ് 1. 3 ലാംഡ പ്ലസ് 1 ലാംഡ 1 ആയി. അപ്പൊ ബി ഈക്വൽ ടു 4 6 4 ആണ്. ബി ഈക്വൽ ടു 4 6 4 ആണ്. അതേപോലെ ഇവിടെ മ്യൂ മൈനസ് 1 സി, മ്യൂ മൈനസ് 1 അല്ലേ? സി 0. അടുത്തത് 4 മ്യൂ പ്ലസ് 2 -2. അടുത്തതോ സി മ്യൂ പ്ലസ് എ പ്ലസ് സി, സി മ്യൂ പ്ലസ് എ. ഇവിടെയാണ് പ്രശ്നം. അല്ല, എ മൈനസ് സി. ഇത് കണ്ടോ, മ്യൂ -1 അല്ലേ? എ മൈനസ് സി. എ മൈനസ് സി എന്താണ്? 0 ആണ്. ഇതാണ് സി. സിയും ബിയും കിട്ടി. ഇപ്പോ ഇനി നമുക്കറിയാം, ഇനി നമ്മൾ യൂസ് ചെയ്യാത്ത എന്താണുള്ളത്? ആ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നുള്ള കാര്യം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എ സി ഈക്വൽ ടു എന്താണ്? എ ബി ആണ്. എ സിയും എ ബിയും ഈക്വൽ ആണ്. ബിയും അതെല്ലാം ഒന്നുകൂടെ എടുത്ത് എഴുതാം. 4 6 4. സി ആണെങ്കിൽ 0 -2 0. എ 1 2 എ ആയിരുന്നു അല്ലെ? 1 2 എ. എ സി ഈക്വൽ ടു എ ബി ആണ്. അപ്പൊ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. എ ബി എ സി ആണെങ്കിൽ 1 പ്ലസ് 4 സ്ക്വയർ പിന്നെ എ സ്ക്വയർ. എ ബി സ്ക്വയറോ 3 സ്ക്വയർ 4 സ്ക്വയർ എ മൈനസ് 4 ഹോൾ സ്ക്വയർ. അപ്പോ 17 പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് ഈ 4 സ്ക്വയർ കട്ട് ചെയ്യുന്നു. എ സ്ക്വയർ ഈക്വൽ ടു 8 പ്ലസ് എ സ്ക്വയർ -8 പ്ലസ് 16. എ സ്ക്വയർ ക്യാൻസൽ ചെയ്യുന്നു. 8a ഈക്വൽ ടു 24. എ ഇസ് ഈക്വൽ ടു 3. എന്റെ വാല്യൂ 3 ആണ്. പിന്നെ എ പ്ലസ് ബി 4 ആണ്. എന്റെ വാല്യൂ 3 ആണ്. എ പ്ലസ് ബി ഈക്വൽ ടു 4 ആണ്. അപ്പൊ സിയും ഈക്വൽ ടു 3 ആണ്. കാരണം എ ഈക്വൽ ടു സി ആണ്. സോ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 7 ആണ് അതിന്റെ ആൻസർ. 7 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ 1 7 ആണ് ആൻസർ.